ഹലോ, ജോനാഥൻ ലിവിങ്സ്റ്റൺ സീഗൾ എന്ന് നീ കേട്ടിട്ടുണ്ടോ? ഒരു കടൽക്കാക്കയുടെ പേരാണ്. അമേരിക്കൻ എഴുത്തുകാരനായ റിച്ചാർഡ് ബാക്ക് ജോനാഥൻ ലിവിങ്സ്റ്റൺ സീഗൾ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന നോവലിലെ ഒരു കഥാപാത്രമാണ് ജോനാഥൻ എന്ന ഈ കടൽക്കാക്ക. മറ്റ് കടൽക്കാക്കകളോടൊപ്പം ഒരു തീരത്ത് ഒരു തുറയിൽ സന്തോഷമായി ജോനാഥൻ എന്ന കടൽക്കാക്ക ജീവിച്ചു വരികയാണ്. ഒരിക്കൽ ജോനാഥന് ഒരാഗ്രഹമുണ്ടായി. ഈ തീരത്തിനപ്പുറം ലോകമുണ്ട്, ഈ തീരത്തിനപ്പുറം മറ്റ് തീരങ്ങളുണ്ടാകാം, കുറെ കൂടെ ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും പറക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. ഒരിക്കൽ കടൽക്കാക്കകളുടെ സംഘത്തലവനോട് ജോനാഥൻ തന്റെ ആഗ്രഹം അറിയിച്ചു. കടൽക്കാക്കകളുടെ മൂപ്പനായ ഒരു കടൽക്കാക്ക ജോനാഥനോട് പറഞ്ഞു, ജോനാഥൻ, ഈ തീരത്തിന്, ഈ തുറയ്ക്ക് ഒരു നിയമമുണ്ട്. അത് ലംഘിക്കാൻ ആർക്കും അനുവാദമില്ല. അങ്ങനെ ലംഘിക്കുന്ന ആൾ ഈ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടും. ജോനാഥൻ ഏറെ വേദനയോടുകൂടി ഒരു തീരുമാനമെടുത്തു. ഈ കൂട്ടം വിട്ട് പോയേ മതിയാകൂ. ഒടുവിൽ ഒരു നാൾ അയാൾ കടൽക്കാക്കകളുടെ കൂട്ടത്തോട് വിട പറഞ്ഞു. മറ്റൊരു തീരത്തേക്ക് അയാൾ പോയി. എല്ലാ ദിവസവും അയാൾ സൂര്യനെ ലക്ഷ്യമാക്കി പറന്നു തുടങ്ങി. ചിറക് കരിയുവോളം ഉയരത്തിലേക്ക് ആ കടൽക്കാക്ക പറന്നുകൊണ്ടേയിരുന്നു. പതിയെ പതിയെ അത് ദൂരങ്ങൾ ഏറെ താണ്ടി വിദൂര ദേശങ്ങൾ കണ്ടു. തന്റെ സ്വപ്നം ജോനാഥൻ എന്ന കടൽക്കാക്ക സാധിച്ചെടുത്തു. ഒടുവിൽ ഒരു നാൾ ഉയരങ്ങൾ താണ്ടി ദൂരങ്ങൾ സഞ്ചരിച്ച് അനേകം ദേശങ്ങൾ കണ്ട് മടങ്ങി വന്ന ജോനാഥൻ മറ്റ് കടൽക്കാക്കകളോട്, കൂട്ടത്തിൽ ഇളയ കടൽക്കാക്കകളോട് തന്റെ കഥകൾ വിശദീകരിക്കാൻ തുടങ്ങി. അവർക്കും ആവേശമായി. അവർ വൃദ്ധരായ കടൽക്കാക്കകളുടെ സംഘത്തെ വിട്ടുപിരിഞ്ഞ് ജോനാഥൻ എന്ന നേതാവിനെ പിന്തുടരാൻ തുടങ്ങി. അവർ ഒരുമിച്ച് പറന്നു. ജോനാഥന്റെ ഒപ്പം അവർ സഞ്ചരിച്ചു. പുതിയ ലോകങ്ങൾ കണ്ടു, പുതിയ കാഴ്ചകൾ കണ്ടു, പുതിയ തീരങ്ങൾ അവർ തേടി. പുതിയ ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും അവർ സഞ്ചരിച്ചു. കാഴ്ചകളും കാഴ്ചപ്പാടുകളും മാറി. ലോകമേറെ വിശാലമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. എല്ലാ യാത്രകളും സംഭവിക്കേണ്ടുന്നത് പുതിയ മാറ്റങ്ങളിലേക്കുള്ള വാതിലുകൾ തുറന്നുകൊണ്ടാണ്. പഴയ മാമൂലുകളിലും ചിട്ടവട്ടങ്ങളിലും മാത്രം തളച്ചിടപ്പെടുന്ന മനുഷ്യർ ഒരുപക്ഷെ പുതിയ ലോകങ്ങൾ കാണാനുള്ള അവരുടെ സാധ്യതകളെ തടയിടുകയാണ്. പുതിയ വെളിച്ചങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളെ അവർ കൊട്ടിയടയ്ക്കുകയാണ്. കടൽക്കാക്കകളുടെ സംഘം പറഞ്ഞതുപോലെ, അവരുടെ മൂപ്പൻ പറഞ്ഞതുപോലെ, ഈ തീരത്തിന്, ഈ തുറയ്ക്ക്, ഈ കടൽക്കാക്കകളുടെ കൂട്ടത്തിന് ഒരു നിയമമുണ്ട്. എന്നാൽ ആ നിയമത്തെയും കൂട്ടത്തെയും മറികടക്കാൻ, ജീവിതത്തിൽ റിസ്കുകൾ എടുക്കാൻ ജോനാഥൻ എന്ന കാക്ക കാണിക്കുന്ന മനോബലം വളരെ വലുതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പക്ഷേ അനേകം സാഹചര്യങ്ങൾ ഇതുപോലുണ്ടാകാം. നമ്മെ പിന്നോട്ട് വലിക്കുന്ന, മുന്നോട്ട് സഞ്ചരിക്കാൻ ഒട്ടും പ്രാപ്തരാക്കാത്ത സാഹചര്യങ്ങൾ. അവയോട് ഒരു നോ പറഞ്ഞ് ജീവിതത്തെ ധൈര്യപൂർവ്വം കാണാൻ ശ്രമിക്കാത്ത ഇടങ്ങളിലൊന്നും വളർച്ചയോ പുരോഗതിയോ ഉണ്ടാവുകയില്ല. കിണറ്റിൽ വീണ തവളയെപ്പോലെ അത് തന്നെയാണ് ജീവിതം, അത് തന്നെയാണ് ലോകമെന്ന് വിചാരിച്ചാൽ നമുക്കപ്പുറം ലോകമുണ്ടെന്നും നമുക്കപ്പുറം ജീവിതമുണ്ടെന്നും ഈ തീരങ്ങൾക്കപ്പുറം മറ്റു തീരങ്ങളുണ്ടെന്നും നമ്മൾ തിരിച്ചറിയാനും മനസ്സിലാക്കാനും വൈകിപ്പോയേക്കാം. ജോനാഥൻ ലിവിങ്സ്റ്റൺ സീഗൾ എന്ന ഈ കടൽക്കാക്കയെ പോലെ സൂര്യനെ ലക്ഷ്യമാക്കി ചിറകുകൾ വിരിച്ച് സധൈര്യം പറക്കുന്ന മനുഷ്യർ മാത്രമേ പുതിയ തീരങ്ങൾ കണ്ടിട്ടുള്ളൂ, പുതിയ കാഴ്ചകൾ കണ്ടിട്ടുള്ളൂ. നമ്മെ തളച്ചിടുന്ന എല്ലാ കെട്ടുകളും നമ്മൾ പൊട്ടിച്ചേ മതിയാകൂ. പുതിയ തീരങ്ങളിലേക്ക്, പുതിയ ലോകങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. ജോനാഥൻ ലിവിങ്സ്റ്റൺ സീഗളിനെ പോലെ ഒരാൾ നമ്മുടെ മുൻപേ പറക്കുന്നുണ്ട്. നീയും പറക്കാൻ തയ്യാറായിക്കൊള്ളു കേട്ടോ. കൂടെയുണ്ട്, കൂട്ടിനുണ്ട്, പിന്നെ എൻ്റെ പ്രാർത്ഥനയും.